നമുക്ക് ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറ്റു പ്രാർത്ഥിക്കാം. പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഉച്ച കഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് ക്രിസ്തുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖയുടെ ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ ദക്ഷിണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ മാതാവിന്റെ കടുതരം സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും വാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേരകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി സഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും കൂടുതൽ വിശുദ്ധിയും ദൈവശുദ്ധിയും കൈവരിക്കുവാൻ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രാർത്ഥനാ നിയോഗം സമർപ്പിക്കുക. ഓൺലൈൻ ഉടമ്പടി എടുത്തവരെ, ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തവരെ, ഉടമ്പടി എടുക്കാൻ ഇരിക്കുന്നവര്, എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. അമ്മയുടെ
പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാക്ഷ്യം തരുവാൻ ഇടയാക്കണമേ. ഇടയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളെല്ലാവരെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഇരിക്കുക മക്കളെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടി ചെയ്യാനിരിക്കുന്നവരും ചെയ്തവരും എപ്പോഴും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഉടമ്പടി കൃപയിൽ നിലനിൽക്കാൻ ആവശ്യമായ ഉടമ്പടി അനുഗ്രഹം പ്രാപിക്കാൻ സഹായിക്കുന്ന ഒരു എക്സർസൈസാണ് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതായത് ഏത് സമയത്തും കൃപാസനം ചാനലിലേക്ക് വന്നാൽ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കാം. അത് കൂടുതൽ ഉദ്ദേശിക്കുന്നത് കൃപാസന ഹോസ്പിറ്റൽ മിഷൻ 2011 ആരംഭിച്ചപ്പോൾ കൃപാസനം പത്രം എല്ലാ ഹോസ്പിറ്റലിലും എത്തിക്കുക എന്നുള്ളൊരു വലിയ പ്രേക്ഷിത പ്രവർത്തനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ദേശം യേശുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയാണ്. ഇപ്പോഴീ 24 hours സാക്ഷ്യം ചാനലിലൂടെയും ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. ആശുപത്രികളിൽ രോഗമായിട്ട് മല്ലിടിക്കുന്നവരെ, മരുന്നും വൈദ്യശാസ്ത്രവും കൈവിട്ടവരെ, കുടുംബം നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് തന്നെ ഒരു വ്യക്തിപരമായിട്ട് നിങ്ങളെ തന്നെ കൈവിട്ടവരെ, ഒരു ഗ്രിപ്പ് ഒരിടത്തുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഇരിക്കുന്നവർക്കെല്ലാം ദൈവമാണ് നിങ്ങളുടെ ഉറച്ച പാറ. നിങ്ങൾക്ക് ദൈവത്തിൽ ഏത് വിഷയമായാലും ദൈവത്തെ റിലേ ചെയ്യാൻ കഴിയും. അതുള്ളതിൻ്റെ നിങ്ങളുടെ വിശ്വാസ ലെവല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ 24 hours സാക്ഷ്യം തുടങ്ങിയിരിക്കുന്നത്. രാത്രി 1 മണിക്ക് നിങ്ങൾ നോക്കിയാലും കൃപാസനം ചാനലിൽ നിന്ന് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. കാര്യം ഇന്നലെ രാത്രി 1900 പേരാണ് സാക്ഷ്യം കേട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മാത്രം ഇന്നലെ 6 മണി തൊട്ട് ഇന്ന് രാവിലെ 6 മണി വരെ 1900 പേര് സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് രാത്രിയും ജനങ്ങൾ ഉണർന്നിരിക്കുന്നുവെന്നതിൻ്റെ സൂചന. പകലും ഇതുപോലെ തന്നെ മനസ്സ് വിഷമം വരുമ്പോൾ, ഇപ്പം ഒരു വരുമാന മാർഗം മുട്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത വഴികളിൽ ഒരു ബ്ലോക്ക് വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്ത ഒരവസ്ഥ വന്നു, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കുറിച്ചൊരു ഡിപ്രീഷിയേഷൻ വന്നു. ഞാൻ പ്രാർത്ഥിച്ചാൽ ഒന്നും കേൾക്കത്തില്ല, പട്ടി ചെന്നാലുണ്ട്, പടിവാതിൽ തുറക്കുന്നു എന്നൊക്കെ സ്വയം പീഡിതമായിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റിലൂടെ നിങ്ങൾ ഉൾവലിഞ്ഞ് പോകുന്ന ഒരു സമയമുണ്ട്. ഈ സമയത്തൊക്കെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വിശ്വാസത്തിന് മാത്രമേ കഴിയൂ. വിശ്വാസത്തിന് മാത്രം കഴിഞ്ഞാൽ ഒരു ഉപദേശം കൊണ്ടൊന്നും കഴിയത്തില്ല, പക്ഷേ അനുഭവങ്ങൾ കൊണ്ട് കഴിയും. ഓരോ മനുഷ്യരുടെ അനുഭവങ്ങൾ, അവരെങ്ങനെയാണ് ഈ വലിയ പ്രതിസന്ധികളിലെ ദൈവത്തെ അനുഭവിച്ചത്, അതിനെങ്ങനെയാണ് അവർ ഉടമ്പടി അവരെ പ്രൊമോട്ട് ചെയ്തത്. കാര്യം ഉടമ്പടി ഒരു പക്ക പ്രോജക്റ്റ് പ്രെയറാണ്. ഞാൻ ഗൈഡഡ് മിസൈൽ, പ്രോഗ്രാംഡ് മിസൈൽ എന്നൊക്കെ പറഞ്ഞ പോലെ അതിൻ്റെ ബൈബിൾ അനുധാരികൾ ഉപയോഗിച്ചുകൊണ്ട് ഫോർമുലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാംഡാണ്. അത് ഒരു മിസൈൽ ആ പാലത്തിൻ്റെ ഓരോ ബീംസൊക്കെ വെച്ചുകൊണ്ട് നമ്മളതിൻ്റെ മിസൈലിൻ്റെ ദൂരവും പാലത്തിൻ്റെ അകലവും ഒക്കെ എല്ലാം വെച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ ഗൈഡഡ് മിസൈൽ നേരെ പോയി ആ ബീംസിൽ ആ പെർട്ടിക്കുലർ ടൈമിൽ പതിക്കും.
അത്രയും ടെക്നിക്കലായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രെയറാണ് ഉടമ്പടി. കാര്യം ഇത് മുഴുവനും ബിബ്ലിക്കലാണ്. ദൈവപിതാവ് മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞ 4000 കൊല്ലങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള, അതാത് കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേകമായ സ്വർഗീയ പദ്ധതിയുടെ ഈ കാലങ്ങളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ടാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ എന്നുള്ള ചെയ്വനകളിലൂടെയാണ് ഇത് പ്രവർത്തിച്ചു പോകുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ ആ പറയുന്ന വചനങ്ങളോട് നമുക്ക് വിശ്വാസം ഉണ്ടാകണം. കർത്താവിൻ്റെ വചനങ്ങളോട് വിശ്വാസം ഉണ്ടാകണം. പിന്നെ വചനം എന്ന് പറയുമ്പോൾ ഒരേ സമയം തന്നെ 2 ഇഫക്റ്റാണ് വചനത്തിന് വരേണ്ടത്. ഒന്ന്, വചനം നമ്മളെ വിശുദ്ധീകരിക്കണം. രണ്ടാമത്, വചനം നമ്മളെ ശക്തീകരിക്കണം. പക്ഷെ ആദ്യം ഉള്ള പ്രോജക്റ്റ് വചനം വരുന്നത് വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ വിശുദ്ധി ഉള്ളവരായിരിക്കുന്നു. ഞാൻ എല്ലാ ഉടമ്പടി ധ്യാനത്തിനും ബേസിക്കായിട്ട് പറയുന്ന കാര്യങ്ങളാണത്. നേറ്റ് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഇപ്പം പല രാജ്യങ്ങളും ചില വേദപുസ്തകങ്ങളുടെ ഭാഗങ്ങൾ എടുത്തു കളയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. 16 ചാപ്റ്റേഴ്സ് എടുത്തു കളയണമെന്ന് പറഞ്ഞൊരു പ്രത്യേക പുസ്തകത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താ കാര്യം വെച്ചാൽ ആ വചനങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യന് അശുദ്ധി ഉണ്ടാവും. അതുകൊണ്ടാണ് ആ വചനങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യന് അശുദ്ധി ഉണ്ടാകണ കൊണ്ടാണ് മനുഷ്യനെ അശുദ്ധിയിലേക്കോ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നീക്കുന്ന അങ്ങനെയുള്ള വചനങ്ങൾ എടുത്തു കളയാൻ പറയണം. പക്ഷേ ലോകത്ത് ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലും 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ ആയിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഓ ദിവ്യകാരുണ്യമേ, എന്നെ വിശുദ്ധീകരിക്കുന്ന അങ്ങയുടെ വചനങ്ങൾക്ക് ജീവിതം കൊണ്ട് സമർപ്പിതരാകാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, വചനം കേൾക്കുന്ന മാത്രയിൽ പാപത്തെ വെറുത്തുപേക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. അതാണ് എൻ്റെ വിഷയം. അതായത് ശക്തീകരണം 2ാമത്തെ പകുതിയാണ്. ആദ്യത്തെ പകുതിയിൽ വരണത് ഈ ഉടമ്പടി തുടങ്ങണത് തന്നെ, ഉടമ്പടിയുടെ ആദ്യ ഭാഗം എനിക്കല്ല വെളിപ്പെടുത്തിയത്, വിജയകുമാർ സാറിനാണ്. 48 കൊന്ത ഞങ്ങൾ ജപമാല ചൊല്ലി നിൽക്കണം. 48ാമത്തെ കൊന്ത നാട്ടിൽ വരുമ്പോൾ 90 കൊന്ത തികയണം. അതാണ് ഞങ്ങളുടെ കണക്ക് എപ്പോഴും. അപ്പം 48ാമത്തെ കൊന്തയും ചൊല്ലി മലയാളം പള്ളിയിൽ നിന്ന് കുർബാനയും കൂടി ബാഗും എടുത്ത് ഓളെ വെച്ച് പോകുമ്പോൾ ആ സമയത്ത് മലയാളം പള്ളിയിൽ നിന്നാണ് ഈ 10:25 അദ്ദേഹം പറയണത് എഗ്രിമെൻ്റ് എന്ന് അമ്മ പറയുന്നു എന്ന് പറഞ്ഞ്. എഗ്രിമെൻറ്റ്. അപ്പം ഞാൻ പറഞ്ഞു വെയിറ്റ് എ മിനിറ്റ്, നിങ്ങൾ ബിസിനസ് മാനാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നിയത്. കരാറെന്നൊക്കെ പറയാം. ബൈബിളിൽ അങ്ങനെ ഒരു ടേം ഇല്ല. അത് വേറെ എന്തെങ്കിലും ആയിരിക്കും അമ്മ ഉദ്ദേശിച്ചത്. നിങ്ങളൊരു പേപ്പർ എടുക്കുക, ഒരു പേന എടുക്കുക, അവിടെ ഇരുന്ന് കൊന്ത ചെല്ലുക, ബാക്കി അമ്മ പറയണ എഴുതുക. ഞാൻ കിഴക്കോട്ട് നടന്ന് വ്യഗ്രമാതാവിൻ്റെ അൾത്താരെ പോയി കൈവിരിച്ച് പിടിച്ചുകൊണ്ട് 4 കൊന്തയില്ലേ. 4 കൊന്തയില്ലപ്പോൾ കുറേ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ എനിക്ക് തന്ന് അതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. തിരിച്ച് വിജയകുമാരൻ്റെ അടുത്ത് വരുമ്പോൾ വിജയകുമാരൻ്റെ കയ്യിൽ ഇരിക്കുന്ന പേപ്പറെ കുറേ പാപങ്ങൾ എഴുതിയിട്ടിരിക്കുകയാണ്. പാപങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയിരിക്കുന്നത് അനുഗ്രഹങ്ങൾ, അദ്ദേഹത്തിന് കിട്ടിയത് പാപങ്ങൾ. ഞാൻ പറഞ്ഞു ഇതാണ് എഗ്രിമെൻ്റ് എന്ന് നിങ്ങൾ പറയേണ്ടത്. ഇത് ഉടമ്പടിയാണ്, ഇതൊരു വചനമാണ്. എന്നുവെച്ചാൽ ഇത് ഐസിയായുടെ വചനമാണെന്ന് ഉടനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. കാര്യം എന്താണ്? അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ 1:18 അപ്പോൾ അത് ബയലാറ്ററായിട്ടുള്ളൊരു ഉടമ്പടിയാണ്. അനുദപിച്ചാൽ നിങ്ങൾ ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിക്കണം.
ഉടമ്പടി വന്നൊരു വഴിയുണ്ട്. അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് അനുതാപമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ദൈവമായിട്ട് നമ്മൾ ഒരു ഉടമ്പടി ചെയ്യുന്നാൽ ദൈവം നമുക്ക് തരുന്ന ഒരു വാഗ്ദാനമാണ്. എന്താണ്? അനുതപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അപ്പം അനുഗ്രഹം എന്ന് പറയുന്നതിനെക്കുറിച്ച് എനിക്കന്ന് അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് അമ്മ മധ്യസ്ഥം വഹിച്ച് അനുഗ്രഹത്തിൻ്റെ ഒരു രീതി പറഞ്ഞത്. അനുഗ്രഹം ഫിസിക്കൽ ഫേവേഴ്സാണ്, കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഈ ഫിസിക്കൽ ഫേവേഴ്സ് നമുക്ക് വേണം. നമുക്ക് വീട് വേണം, വിവാഹം വെക്കണം, കുഞ്ഞുങ്ങൾ വേണം, അല്ലേ? അപ്പോൾ ഈ ഇതൊക്കെ വേണ്ട, ഇതെല്ലാം ഫിസിക്കൽ ഫേവേഴ്സാണ്. ഇത് അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ അനുഗ്രഹം ലഭിക്കാനുള്ള മാർഗം എന്താണ്? അനുതപിച്ചാൽ നിങ്ങളെ അനുഗ്രഹം പ്രാപിക്കും. അത് ഞാൻ നാട്ടിൽ വന്നുകൊണ്ട് എനിക്കിപ്പോൾ മനസ്സിലായി ഇത് വലിയൊരു സംഭവമാണ്. അമ്മ ഒരു വലിയ സ്വർഗീയ പദ്ധതിയുടെ ഒരു വാതിലാണ് ഓപ്പൺ ചെയ്തിരിക്കണമെന്ന്. ഞാൻ 3 ദിവസമാണ് തൈക്കാട്ടുശ്ശേരി പോയിരുന്നും ഈ കലവൂരിരുന്നും ഈ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചത്. 3 ദിവസം കൊണ്ട് ഞാൻ ഉടമ്പടി ബുക്ക് എഴുതി. ഉടമ്പടി എന്നും പറഞ്ഞൊരു ബുക്ക് എഴുതി. അതിൻ്റെ ആദ്യത്തെ ലീഫ്ലെറ്റ് എഴുതണം. ഇപ്പോഴത്തെ പുസ്തകത്തിന് 30 പേജുണ്ട്. ആദ്യത്തേന് 10, 27, 25 പേജേ ഉണ്ടായിരുന്നുള്ളൂ. ടെക്സ്റ്റ് ബുക്കിന് 270 പേജാണിപ്പോൾ ഉടനെ ഇറങ്ങാൻ പോകുന്ന പുസ്തകത്തിന്. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അതിനോട് ബന്ധപ്പെട്ട വചനങ്ങൾ തരാൻ തുടങ്ങി. എന്താണ്? ജോഷുവ ജനങ്ങളോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അപ്പം ആ തിരുവചനം 5-ാം അധ്യായത്തിലെ തിരുവചനങ്ങളും നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതായിരുന്നു 2-ാമത്തെ വചനം ഉടമ്പടിക്ക് കിട്ടിയത്. അതും പശ്ചാത്താപവുമായിട്ട് ബന്ധപ്പെട്ട വചനമാണ്. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഇത് ഈ 72 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ ഓരോ മണിക്കൂറിനും വചനങ്ങൾ നൽകി അതിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വന്ന സമയത്താണ് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. ഉടനെ അടുത്ത വരി എന്ന് പറയുന്നത് ജോഷുവയുടെ കാലത്താണ് നാളെയായിട്ട് വരണത്. കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അത് ഇന്നായി മാറി എന്ന് പറഞ്ഞു. ഇതൊന്നും ഞാൻ പഠിച്ച കാര്യങ്ങളല്ല, എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പേനയുടെ അകത്തുകൂടി വരണ വചനങ്ങളാണ്. ഈ ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പേനയുടെ ഉള്ളിൽ കൂടി വരണ വചനങ്ങളാണ്. അങ്ങനെ അറിയാതെ ഇങ്ങനെ എഴുതിപ്പോവും. എന്താണ്? ജോഷുവയുടെ കാലം എന്ന് പറയുന്നത് എൻ്റെ കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്യാതിരുന്ന കാലമാണ്, പഴയ നിയമകാലമാണ്. പുതിയ നിയമകാലത്ത് കർത്താവ് പരിഹാരം ചെയ്തപ്പോൾ അത് നാളെ എന്നുള്ളത് ഇന്നായി മാറിയെന്ന് പറഞ്ഞ്. എന്ന് വെച്ചാൽ കള്ളനോട് കർത്താവ് എന്താ പറയണത്? ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കുമെന്നാണ്. അപ്പോഴേ ഉയർപ്പ് പോലും സംഭവിച്ചത് ഒരു ടൈം ബേസ്മെൻ്റാണ് പറയുകയാണെങ്കിൽ, ടെമ്പറലായിട്ട് പറയുകയാണെങ്കിൽ ആ കുരിശിൻ്റെ ഓൺ ടൈമിൽ തന്നെ ഉയർപ്പ് സംഭവിക്കുന്നുണ്ട്. ശരിക്കും മരണത്തിൻ്റെ അവിടെ നമുക്ക് അനുഭവവേദ്യമാകുന്നതാണ് താമസിച്ച് വരണത്. അത് തിരുവെഴുത്തുകൾ പ്രതിയാണത് അനുഭവവേദ്യമാകണത്. അതെപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാറിലെ ഈശോ കുരിശിൽ കിടന്നതിന് ആ ഈശോ ഇങ്ങനെ കുരിശ് പീഡ അനുഭവിച്ച്, അതുപോലെ തന്നെ ഈശോ അതായത് ഈശോൻ്റെ പീഡാനുഭവത്തിൻ്റെ ഉള്ളിൽ പ്രാകൃതമായ ചോരരൂപം കാണിച്ചതിന് ശേഷം സെക്കൻഡുകൾക്കുള്ളിൽ ഈശോ മറിഞ്ഞു വരുമ്പോൾ ഉയർത്തുന്നതിൻ്റെ ഈശോനെ കാണും. അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞത് ഇതിനൊരു ടൈം എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ ഇന്ന് എന്ന് പറയണത്. കൃപാസനത്തിലെ അമ്മ സമയത്തിൻ്റെ അമ്മയാണ്. അപ്പം നീ ഉടമ്പടി ചെയ്യുമ്പോൾ ആ സെക്കൻഡ് തന്നെ നിൻ്റെ അനുഗ്രഹം രൂപപ്പെട്ട് വരികയാണ്. നാളെ അല്ല, ഇന്നല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബോധം ഉടമ്പടി ചെയ്യുന്നവർക്കുണ്ടാകണം. അതായത് ഇന്ന് കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്തപ്പോഴാണ് സമയം നാളെ എന്നുള്ളത് ഇന്നാകണത്.
നിങ്ങളുടെ പാപം കുറയുന്നതനുസരിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ സമയം അടുത്തടുത്ത് വരും. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്യുമ്പോൾ ജോഷുവയുടെ കാലത്ത് പശ്ചാത്തപിച്ചാൽ നാളെയാണ് അനുഗ്രഹം. നാളെ എന്ന് പറയുന്നത് ഒരു 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 സങ്കല്പമാണ്. അത് 40 ദിവസം കഴിഞ്ഞാകാം, അല്ലെങ്കിൽ 4 കൊല്ലം കഴിഞ്ഞാകാം, എന്തുമാകാം. പക്ഷേ ഇന്നെന്ന് പറയണത് വിഷയം നേരെ മാറും. ഇപ്പം നാളെ ഏത് സമയത്തും ആകാം. പക്ഷേ ഇന്നെന്ന് പറയുമ്പോൾ സമയച്ചുരുക്കം പ്രാപിക്കുകയും നിങ്ങളുടെ അനുഗ്രഹത്തിന് സമയച്ചുരുക്കം പ്രാപിക്കണത് എങ്ങനെയാണ്? ഇപ്പം നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കണില്ല, മക്കളുണ്ടാകണില്ല എന്ന് പറഞ്ഞാൽ ഇതിന് സമയച്ചുരുക്കം പ്രാപിക്കണത് എങ്ങനെയാണ്? പശ്ചാത്തപിക്കുമ്പോഴാണ് സമയച്ചുരുക്കം ഉണ്ടാകുന്നത്. ഇതെല്ലാം പശ്ചാത്താപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ പശ്ചാത്തപിക്കുവാൻ ജോഷുവ പറഞ്ഞു, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ആ നല്ല കള്ളനെന്ന് പറയുന്ന കക്ഷി പശ്ചാത്തപിച്ചപ്പോൾ എന്നാ പറ്റിയാണ്? ഇന്ന് നീ എൻ്റെ കൂടെ പരദേശയിലായിരിക്കും. പശ്ചാത്താപമാണ് ഈ സമയച്ചുരുക്കം ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ ഈ സമയം ഇങ്ങനെ ലാഗ് ചെയ്ത് കിടക്കും. സമയഘടികാരവുമായി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ സമയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നതാണ് റിപ്പൻ, ദ ടൈം ഇസ് അറ്റ് ഹാൻഡ് എന്ന് പറയണതാണ്. നിങ്ങൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പശ്ചാത്തപിക്കുക. സമയത്തിനാണ് പശ്ചാത്താപം ഇരിക്കുന്നത്. അമ്മ സമയഘടികാരവുമായി പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പശ്ചാത്തപിച്ചാൽ സമയത്തെ സ്വാധീനിക്കാൻ പറ്റും. പശ്ചാത്താപവും സമയ സ്വാധീനവും. കൃപാസനത്തിൽ ജീവനോടെ സമയഘടികാരം നെഞ്ചിലേറ്റി പ്രത്യക്ഷപ്പെട്ട അമ്മ സമയത്തിൻ്റെ മാതാവാണെങ്കിൽ ആ സമയത്തിൻ്റെ ഒരർത്ഥം മനുഷ്യരാശിയോട് പശ്ചാത്തപിക്കാൻ പറഞ്ഞതാണ്. ഇങ്ങനെയാണ് പാത്യമായിലെ പ്രത്യക്ഷീകരണവും കൃപാസനം പ്രത്യക്ഷീകരണവും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. രണ്ടും പശ്ചാത്താപത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അമ്മ എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ പ്രാർത്ഥന പശ്ചാത്താപമാണ് മുഖ്യ വിഷയങ്ങളെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, പശ്ചാത്തപിക്കുക, പ്രാർത്ഥിക്കുക. മരിയം പ്രത്യക്ഷ അപ്പാരിഷൻസിനെ കുറിച്ച് മുരിങ്ങൂർ ധ്യാനകേന്ദ്രം ഇപ്പോൾ നന്മ നിറഞ്ഞ മറിയം എന്ന് പറഞ്ഞുള്ള വലിയ ഒരു സീരിയൽ ആരംഭിക്കാൻ പോവുകയാണ്. ഞാനാണത് കൃപാസനത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ ഞാനാണ് ആ പ്രോഗ്രാം ചെയ്യണത്. അപ്പോഴേ എനിക്ക് ഞാനും ജോമോളും ഒരുമിച്ച് ഇരുന്ന് പഠിച്ച് ഓരോ അപ്പാരിഷൻ നോക്കി വന്നപ്പോൾ എല്ലാ അപ്പാരിഷൻസും ഞങ്ങൾ 22 അപ്പാരിഷൻസ് എടുത്ത് 22 അപ്പാരിഷൻസിനും പറയുന്ന മെയിൻ സംഭവം എന്താ? അമ്മയുടെ പ്രത്യക്ഷീകരണം പറയണത് എന്താ? ഒന്ന് പശ്ചാത്തപിക്കുക, രണ്ടാമത്തത് എന്താ പറയണത്? പ്രാർത്ഥിക്കുക. അതുതന്നെയാണിത്. സമയം പശ്ചാത്തപിക്കുക, ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കുക. ഈ ദുരന്തങ്ങളിൽ നിന്ന് പോലും രക്ഷപ്പെടാനുള്ള സംഭവം പശ്ചാത്താപം തന്നെയാണ്. അമ്മയുടെ ദുരന്തം അനൗൺസ് ചെയ്തതിന് ശേഷം ഉണ്ടായതാണ് സുനാമി, അതിനുശേഷം ഉണ്ടായാണ് ചിക്കൻ ഗുനിയ, അതിനുശേഷം ഉണ്ടായിരുന്ന നിപ്പ വൈറസ്, അതിനുശേഷം ഉണ്ടായിരുന്ന കോവിഡ്, അതിനുശേഷം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രളയം. ഈ നിരന്തര പ്രളയത്തിൻ്റെ എല്ലാത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പശ്ചാത്താപമാണ്. പക്ഷെ പശ്ചാത്താപം ആര് പശ്ചാത്തപിക്കുന്നോ ആ വ്യക്തിക്കാണ് അതിൻ്റെ അനുഗ്രഹമായിട്ട് വരണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പശ്ചാത്താപത്തിലൂടെ സമയച്ചുരുക്കം ഉണ്ടാക്കുവാനും പശ്ചാത്താപത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങൾക്ക് ഉൾക്കാഴ്ചകൾ നൽകണമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രശ്നമില്ലാത്ത ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു കാലമോ ഒരിക്കലും ഉണ്ടാകത്തില്ല. അതോ ഉണ്ടായാൽ തന്നെ അത് ദൈവം ഉദ്ദേശിക്കുന്നത് എന്തുമാത്രം മാക്സിമം ഈ കാലത്ത് പ്രാർത്ഥിക്കാൻ പറ്റും. അല്ലാതെ വേറെ ഒരു ഉദ്ദേശമില്ല. നിങ്ങളെ കൊത്തുന്നു നോവിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വേദനപ്പെടുത്താനോ സങ്കടപ്പെടുത്താനോ കടത്തിൽ വരയ്ക്കാനോ ഒരു കാര്യം. ദൈവം ഒരു സാഡിസ്റ്റ് അല്ല. പിന്നെ നമ്മളെ സഭാപ്രസംഗിയൊക്കെ പറയുന്ന പോലെ 7:29 പറയത്തില്ല, ദൈവം മനുഷ്യനെ സരള ഹൃദയനായിട്ട് സൃഷ്ടിച്ചു, അവൻ്റെ സങ്കീർണമായ പ്രശ്നം അവൻ്റെ തന്നെ സൃഷ്ടിയാണെന്ന് പറയും. അപ്പോൾ സെൽഫ് ക്രിയേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. അതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഈഗോ ആയിരിക്കും, വേറെ ഒന്നുമില്ല. മനുഷ്യന് സെൽഫ് ക്രിയേറ്റഡ് നമ്മുടെ കൊണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു 70% സെൽഫ് ക്രിയേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് എല്ലാം. അതിൻ്റെ പിന്നിലുള്ള സത്യങ്ങളെല്ലാം ഈഗോ ആയിരിക്കും. ഇത് ഈഗോയുടെ പ്രതിവിധി എന്ന് പറയുന്നത് എപ്പോഴും എളിമപ്പെടലാണ്. എളിമപ്പെടലേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഉടമ്പടിയും എളിമയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. നമ്മൾ എളിമപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ അനുഗ്രഹം പെട്ടെന്നാകും. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും. നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാ മക്കൾക്കും സ്വയം വിനയപ്പെടാനുള്ള എളിമപ്പെടാനുള്ള അനുഗ്രഹം നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ച് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ദൈവ കൃപയ്ക്ക് പാത്രീഭൂതരാകുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ.